BRP ഭാസ്കർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പോരാ, ഗുരുവായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ മാർഗദർശിയാണ്, വഴികാട്ടിയാണ്. ഞാൻ 1996 എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏഷ്യാനെറ്റ് ന്യൂസിൽ ചേരുമ്പോൾ BRP ഭാസ്കറാണ് അഭിമുഖ പാനലിൽ ഉണ്ടായിരുന്ന 3 പേരിൽ ഒരാൾ. പിന്നീട് ഏഷ്യാനെറ്റിൽ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ BRP ഭാസ്കറിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചടുലമായിട്ടുള്ള ഇടപെടൽ, മാത്രമല്ല BRP ഭാസ്കർ നമ്മുടെയൊക്കെ ഒരു എന്നും നമ്മൾ ആരാധിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. കാരണം രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ UNIക്കും മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് വാർത്താ ഏജൻസികൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള അത് നമ്മൾ BRP ഭാസ്കറിലൂടെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞത് BRP ഭാസ്കറിലൂടെയായിരുന്നു. അങ്ങനെ ഒരാൾ ഏഷ്യാനെറ്റിൽ ധിഷണാശാലിയായിട്ടുള്ള, ഒരുപക്ഷെ ഞാനൊക്കെ എപ്പോഴും ഒരു വിപ്ലവകാരി എന്ന് വിളിക്കുന്ന ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടെലിവിഷനിൽ ചാനൽ ചേരുമ്പോൾ BRP ഭാസ്കറിൻ്റെ അല്ലെങ്കിൽ സക്കറിയ സാറിൻ്റെ, TN ഗോപകുമാറിൻ്റെ, ശശികുമാറിൻ്റെ തന്നെയൊക്കെ വലിയ സ്വാധീനം നമ്മളിലൊക്കെ പൂർണ്ണമായും തന്നെയുണ്ട്. അതിൽ BRP ഭാസ്കറിൻ്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും BRP ഭാസ്കർ ഇപ്പോൾ ഞാനൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് തന്നെയൊക്കെ പരസ്യമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ ഒരുങ്ങിയ സമയത്ത് BRP ഭാസ്കർ ഒരു പ്രസ്താവന തന്നെ ഇറക്കിയത് ഞാൻ ഓർക്കുന്നു. ഞാൻ അതിനുശേഷം BRP ഭാസ്കറിനോട് അക്കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും എന്നോടുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിൽ തന്നെയാണ് ഞാനത് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും BRP ഭാസ്കറിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇടപെടൽ, അദ്ദേഹം ഏഷ്യാനെറ്റിൽ ഞാൻ മനസ്സിലാക്കുന്ന അന്നേരം കൺസൾട്ടിങ്ങായി, അതായത് നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തത വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തത നേടിത്തരുന്ന ഒരാളായിരുന്നു BRP ഭാസ്കർ. ഏത് കാര്യത്തിലും നമുക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഏത് സമയത്തും നമുക്ക് BRP ഭാസ്കറിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാമായിരുന്നു. ഏത് കാര്യത്തിനകത്തും BRP ഭാസ്കറോട് നമുക്ക് അഭിപ്രായം തേടാമായിരുന്നു. അങ്ങനെ സർവ്വതന്ത്ര സ്വതന്ത്രനായ ഒരു മനുഷ്യൻ, എപ്പോഴും നമുക്ക് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു ഈക്വൽ എന്നുള്ള നിലയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു BRP ഭാസ്കർ. BRP ഭാസ്കറിൻ്റെ റോൾ അവിടെ തീരുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിലുള്ള മാത്രം ഒരു റോളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിലുടനീളം BRP ഭാസ്കർ എഴുതുന്നത്, BRP ഭാസ്കർ പറയുന്നത്, BRP ഭാസ്കർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും BRP ഭാസ്കർ നമ്മളോട് എപ്പോഴും സംവദിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ജീവിതം ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് BRP ഭാസ്കർ നമ്മളോടൊപ്പം ഇല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെക്കാൾ മുമ്പ് വിട പറഞ്ഞു പോയിരുന്നു. ആ വേദന അദ്ദേഹം കൂടുതൽ കാലം അനുഭവിക്കാതെ അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയിരിക്കുന്നു. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, മാധ്യമലോകത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ രീതിയിൽ വല്ലാതെ ഉലച്ചു കളയുന്ന ഒരു വിയോഗ വാർത്തയാണ് BRP ഭാസ്കറിന് പകരം വെക്കാൻ നമുക്ക് ആരുമില്ല. നമ്മൾ സാധാരണ ക്ലീശയായിട്ട് അങ്ങനെ പറയും. പക്ഷേ ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് BRP ഭാസ്കറിന് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഉണ്ണി പറയും. അല്ല, ഉണ്ണിക്ക് പറ. നികേഷ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എന്നെയൊക്കെ സംബന്ധിച്ച് ജീവിതത്തിൽ എൻ്റെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ വഴികാട്ടിയായ മനുഷ്യനാണ്. എല്ലാ സമയവും മാധ്യമപ്രവർത്തകൻ പ്രതിപക്ഷത്താണ് നിലയുറപ്പിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യം എന്നെയും എൻ്റെ തലമുറയിലും പകർന്നു തരുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ബാബു സാറ്. ബാബു സാറ് ആയിട്ട് ഏഷ്യാനെറ്റിലെ ബന്ധം മാത്രമല്ല, തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹവുമായി പല ഘട്ടങ്ങളിലും സംസാരിക്കാനും ചിലപ്പോഴൊക്കെ തർക്കിക്കാനുമൊക്കെ അവസരം കിട്ടിയിട്ടുള്ള, അതൊക്കെ തന്നെയും എന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് പോലും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം നേരത്തെ നികേഷ് സൂചിപ്പിച്ച പോലെ അങ്ങേയറ്റം ഏകനായിരുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണമെന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായൊരു കാര്യമായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ച് അത് നിശ്ചയമായും
വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കും നല്ലൊരു സുഹൃത്ത് എന്ന നിലയ്ക്കും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പോഴും ഒരു ആരാധനയോടുകൂടി മാത്രമേ BRP ഭാസ്കരനെ നോക്കിക്കണ്ടിട്ടുള്ളൂ. എൻ്റെ ചർച്ചകളിൽ മിക്കവാറും അതിഥിയായി ഞാൻ ക്ഷണിക്കുന്നത് BRP ഭാസ്കരനെ ആയിരുന്നു ദൂരദർശൻ കാലത്ത്. അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഒരു ചെറിയ മണി കെട്ടി തൂക്കിയിട്ടുണ്ടാവും. ആ മണി അടിച്ചാണ് ആ വീട് തുറക്കുക. മണി അടിച്ച് തുറക്കുമ്പോൾ ചിരിച്ചു വരുന്ന BRP ഭാസ്കറാണ് എപ്പോഴും ഉള്ളിൽ നിൽക്കുന്നത്. ആ BRP ഭാസ്കറിൻ്റെ സൗമ്യ സാന്നിധ്യം, നിലപാടുകളിൽ അത്രയും ശക്തമായ നിലപാടുമായി നിൽക്കുന്ന ഒരു സൗമ്യ സാന്നിധ്യമാണ് കേരളത്തിന് നഷ്ടപ്പെടുന്നത്. ഒരു BRP ഭാസ്കറിൻ്റെ കാലം അവസാനിക്കുമ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്മൃതിക്കും BRP എനിക്ക് ഭാസ്കർ അങ്ങനെ വ്യക്തിപരമായ ബന്ധമല്ല, ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു, എപ്പോഴും ഒരിക്കലും ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനേക്കാട്ടപ്പുറം ഈ അവസാന കാലത്തും രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കുകയും പത്രവായനയും എല്ലാം ഈ അവസാന കാലത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയുകയും അതിനോടൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നു, ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ആ അവസാന കാലത്തും അദ്ദേഹം ഈ എന്താ പറയുക, എന്ത് നടക്കുന്നു, എന്ത് നടക്കാൻ പാടില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രദ്ധ, ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നത്. ഓക്കെ.